ഹലോ ഫ്രണ്ട്സ്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സമൃദ്ധിയെ ആകർഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസിനെ കുറിച്ചും ഒക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വീഡിയോകളിലൂടെ ഇത് നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത്, നമുക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം നന്ദി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ മുൻപിൽ ഒരു പ്രസന്റ് ടൈമിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വെൽത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു സെൽഫ് ഡൗട്ട്, അല്ലേ, ഞാൻ ആഗ്രഹിച്ച അത്രയും പണം എൻ്റെ കയ്യിലില്ലല്ലോ എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ തന്നെ എത്രയെത്ര സാധനങ്ങളാണ്, എത്രയെത്ര വസ്തുക്കളാണ് ഞാൻ പണം കൊടുത്ത് വാങ്ങിയതായിട്ട് ഉള്ളത്, അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ഈ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ ചെയർ, അല്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഞാൻ ധരിച്ചിരിക്കുന്ന ഓർണമെന്റ്സ്, അല്ലെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം പണം ഉപയോഗിച്ച് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ പണത്തിനും, അതുപോലെ തന്നെ ഞാൻ ഇതുവരെ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ അത് ഒരൊറ്റ അഫർമേഷനിലങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല. നമുക്ക് ഓരോന്നിനും എത്രമാത്രം നന്ദി പറയാൻ കഴിയുമോ അത്രത്തോളം നന്ദി പറയുവാൻ കഴിയുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അല്ലേ. പണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഒരു ഒറ്റ അഫർമേഷനായിട്ട് അത് തീരുകയാണ്. എന്നാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 100ഓളം അഫർമേഷൻസ് പറയാൻ കഴിയും. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഷർട്ടിന് നന്ദി, പണം ഉപയോഗിച്ച് വാങ്ങിയതാണ്. പണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഷർട്ടിന് നന്ദി. പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ധനം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയ മൊബൈൽ ഫോണിന് നന്ദി. ധനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങിയ ഈ മൊബൈലിൻ്റെ സ്റ്റാൻഡിന് നന്ദി. പണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഇപ്പം ഇലക്ട്രിക് ഓവൻ ആകട്ടെ, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ആകട്ടെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു ബാഗ് പോലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഓരോന്നും എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വസ്തുക്കൾ എടുക്കുമ്പോഴും അത് കൃതജ്ഞതയോടുകൂടി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത്, ഞാൻ ധനം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള മൊബൈൽ ഫോൺ, അല്ലേ, അപ്പോൾ ഞാൻ ഇതിന് നന്ദി അർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത്, പണം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ലാപ്ടോപ്പിന് നന്ദി. അല്ലെങ്കിൽ ഒരു ഓർണമെന്റ്സ് എടുത്ത് ധരിക്കുന്ന സമയത്ത്, ധനം ഉപയോഗിച്ച് വാങ്ങിയ ഈ ഓർണമെന്റ്സ്, ഈ മാലയ്ക്ക് സ്വർണ്ണമാല, അല്ലെങ്കിൽ സ്വർണ്ണ മോതിരം, അല്ലെങ്കിൽ സ്വർണ്ണവള, സ്വർണ്ണ ചെയിൻ, എന്തുമാകട്ടെ, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് വാങ്ങിയ വാച്ച്, അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്, അതൊക്കെ എടുക്കുമ്പോഴോ എടുത്ത് അണിയുമ്പോഴോ അതിനൊരു കൃതജ്ഞത നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഏകദേശം 1000കണക്കിന് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാൻ കഴിയില്ലേ. നന്ദി ഇനി എഴുതുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലേക്ക് പോവുകയാണെങ്കിൽ എത്രയെത്ര കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ നന്ദി അർപ്പിക്കുവാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കയറുന്ന സമയത്ത് നമുക്കൊരു ചായ കുടിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാര്യങ്ങൾ നമുക്ക് വേണം. വെറുതെ പാലിനകത്ത് തേയില ഇട്ട് കഴിഞ്ഞാൽ ചായ ആവില്ല, അല്ലേ. നമ്മൾ അടുക്കളയിലേക്ക് വരുന്നു, ചായ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുക്കും. അപ്പോൾ ആ പാൻ എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങിയതാണ്. അതിന് നന്ദി അർപ്പിക്കുന്നു. അതെടുത്ത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. ആ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങിയതാണ്. ഇനി ഗ്യാസ് കണക്ഷൻ അവിടെ ഇരിപ്പുണ്ടായിരിക്കും, ഗ്യാസ് കുറ്റി, അല്ലേ. അപ്പോൾ ആ ഗ്യാസ് കുറ്റി, അത് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയും, ഗ്യാസ് സിലിണ്ടർ. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടർ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്, നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് നന്ദി അർപ്പിച്ചുകൂടെ? അതിന് പിറകിൽ അധ്വാനിച്ചവർക്ക് നന്ദി അർപ്പിച്ചുകൂടെ? ഇനി നമ്മൾ ആ പാനിലേക്ക് ഇനി വെള്ളം ഒഴിക്കുന്നു. വെള്ളം ക്യാനിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ വെള്ളം ക്യാനുകളിലാക്കി നമ്മുടെ റൂമിൽ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ അത് അതുപോലെ ഇവിടെ എത്തണമെങ്കിൽ എത്ര പേര് അതിന് പിറകിൽ അധ്വാനിച്ചിട്ടുണ്ട്, ശരിയല്ലേ. ഇനി നമ്മൾ ആ വെള്ളം പകർന്ന് നമ്മുടെ ആ പാനിലേക്ക് ഒഴിക്കുന്നു.
അതിനുശേഷം നമ്മൾ തേയിലപ്പൊടിയോ അല്ലെങ്കിൽ കോഫി പൗഡറോ എന്തുമാകട്ടെ അത് അതിനകത്ത് ആഡ് ചെയ്യുന്നു. എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ തേയിലപ്പൊടി, ടീ പൗഡർ അതുപോലെ ഒരു കവറിനകത്താക്കി പാക്കറ്റുകളിലാക്കി നമ്മുടെ കിച്ചണിലേക്ക് വരണമെങ്കിൽ എത്ര പേര് അതിന് പിറകിൽ അധ്വാനിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി അർപ്പിച്ചുകൂടെ? അതുപോലെ ഷുഗർ, എത്ര പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് അത് ഷുഗറായിട്ട്, എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് അത് നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് പാക്കറ്റുകളായി എത്തിയിട്ടുള്ളത്. ഇനി പാലാണെങ്കിൽ പോലും പശുവിൻ്റെ അകിടിൽ നിന്ന് അത് ക്യാനുകളിലാക്കി നമ്മുടെ കിച്ചണിലേക്ക് വരണമെങ്കിൽ എത്ര പേർ അതിന് പിറകിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ തന്നെ എത്ര പേര് നമുക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും എത്ര ആളുകളുടെ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ആ ആളുകൾക്കെല്ലാം നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് കിട്ടിയ ധനത്തിന് നന്ദി അർപ്പിക്കാം. നമുക്ക് ആ ധനം എവിടെ നിന്ന് വരുന്നുണ്ടോ അവർക്ക് നന്ദി അർപ്പിക്കാം. ശരിയല്ലേ? അപ്പം ഒരു ദിവസം തന്നെ എത്ര കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എത്ര കാര്യങ്ങളാണ് നമ്മൾ, എവിടെയൊക്കെയാണ് നമ്മൾ, ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ആളുകളോ വസ്തുക്കളോ സാഹചര്യങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുമ്പോൾ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് നന്ദി നമുക്ക് അർപ്പിക്കുവാൻ കഴിയില്ലേ? അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും പറയുവാൻ കഴിയണം എന്നുള്ളതാണ്. കൃതജ്ഞത എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. പിന്നെ നമ്മൾ ഈ നന്ദി അർപ്പിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ എഴുതുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയായിരിക്കാം. എനിക്കുള്ള നല്ല ആരോഗ്യത്തിന്, ഇപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കുള്ള നല്ല ആരോഗ്യത്തിന് ഞാൻ അങ്ങേയറ്റം നന്ദി അർപ്പിക്കുന്നു. ചിലപ്പോൾ ചിലർക്ക് ആരോഗ്യത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ എൻ്റെ ഹെൽത്ത് അത്രത്തോളം ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുണ്ടാവാൻ പാടില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള ആ ആരോഗ്യത്തിന് നന്ദി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ എന്നുള്ളത് മാറ്റുന്നു, അല്ലെങ്കിൽ പ്രഷർ എന്നുള്ളത് മാറ്റുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്നുള്ളത് മാറ്റുന്നു, അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, അല്ലെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ വയറുവേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ബാക്കി 99% അല്ലെങ്കിൽ 95% നല്ല കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. അതിന് ഓരോന്നിനും നന്ദി അർപ്പിച്ച് നോക്കിക്കേ. ഈ എവിടെയാണോ പ്രശ്നം എന്നുള്ളത് അത് പരിഹരിക്കപ്പെടാൻ ഈ 95% കാര്യങ്ങൾക്ക് നന്ദി അർപ്പിച്ചാൽ മതി. വെൽത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വെൽത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ശരി തന്നെ, സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള വെൽത്തിൻ്റെ ആ ഒരു അളവ് നോക്കുമ്പോൾ നിങ്ങൾ വാങ്ങിയ വസ്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിന് ഓരോന്നിനും നന്ദി അർപ്പിക്കുമ്പോൾ എന്താണ്, എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് വികസിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചത്തിലെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ള നല്ല ഹെൽത്തിലേക്ക്, അത് ചിലപ്പോൾ 90% 95% ചിലപ്പോൾ 80% അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കി 20, 10, 5 വരുന്ന ആ ശതമാനം അല്ലെ ഹെൽത്ത് ഇഷ്യൂസ് അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും. വെൽത്തിൻ്റെ കാര്യത്തിൽ അതങ്ങനെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഓരോന്നിനും നമുക്ക് മികച്ച രീതിയിൽ നന്ദി അർപ്പിക്കുവാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഒരു പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മളത് ഉറപ്പിക്കുകയാണ്. അത് എവിടെ നിന്നോ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേയറ്റം നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന ആ ജോബ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേയറ്റം നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പാർട്ട്ണർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേയറ്റം നന്ദി. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വീട് എനിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതിന് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നതിന് അങ്ങേയറ്റം നന്ദി. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അല്ലേ ദാനമായി നൽകുവാൻ പോകുന്നതിന്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അങ്ങേയറ്റം നന്ദി. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നന്ദി കൂടി പറയുവാൻ ശ്രമിക്കുക. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി അർപ്പിച്ച് വന്ന്
വേണ്ട കാര്യങ്ങൾ കൂടി നന്ദി അർപ്പിച്ച് നമ്മളത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം അത് പ്രപഞ്ചത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് അല്ലേ. പിന്നെ എങ്ങനെ എന്നുള്ളൊരു കാര്യം അവിടെ ഇല്ല. എങ്ങനെയെന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ കാര്യമാണ്. നമ്മൾ ചെയ്യാനുള്ളത്, ചെയ്യേണ്ട കാര്യം എന്താണോ വേണ്ടത് അത് പ്രപഞ്ചത്തിന് മുമ്പിൽ അത് സബ്മിറ്റ് ചെയ്യുകയാണ്. ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ പ്രപഞ്ചത്തിന് മുമ്പിൽ ഇത് സബ്മിറ്റ് ചെയ്യുകയാണ്. പിന്നെ അതിന് വേണ്ടുന്ന ആക്ഷൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ഓരോ ദിവസവും മൈക്രോ ആക്ഷൻസ് എങ്കിലും 1% ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ 37% മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൂടി അതിനു വേണ്ടി കൂടി തയ്യാറെടുക്കുക. നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷി കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കുവാൻ കഴിയുക തന്നെ ചെയ്യും. അതിനേവർക്കും സാധ്യമാകട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ നിരന്തരം നിരവധി കാര്യങ്ങൾക്ക്, ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് നമുക്കൊരു ദിവസം നന്ദി അർപ്പിക്കാനുണ്ട്. അപ്പോൾ നന്ദി എന്നുള്ളതൊരു പ്രാക്ടീസായി മാത്രം നിലനിർത്താതെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. തീർച്ചയായിട്ടും സമൃദ്ധിയെ നമുക്ക് ധാരാളമായിട്ട് ആകർഷിക്കുവാൻ കഴിയും. ആ സമൃദ്ധി എന്ന് പറയുന്നത് ഹെൽത്തിലാകാം, വെൽത്തിലാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിൻ്റെ രീതിയിലായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, എന്തുമായിരിക്കാം. എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.